കഴിഞ്ഞ ആഴ്ച എന്നെ കാണിക്കാൻ വന്ന ഒരു പേഷ്യന്റ് വിചിത്രമായിട്ടുള്ള ഒരു പ്രശ്നം അവതരിപ്പിച്ചു. അവർക്ക് ഗ്യാസിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഗ്യാസ്ട്രോ ഡോക്ടർ അവരോട് ഇടതുവശം ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ ഇടതുവശം ചെരിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ ഈ വ്യക്തി രാത്രിയിൽ ഞെട്ടി ഉണരുകയാണ്. വല്ലാത്തൊരു അസ്വസ്ഥത, ഹൃദയമിടിപ്പ് കൂടുകയാണ്. അങ്ങനെ അവര് വലതുവശം ചെരിഞ്ഞ് കിടക്കാൻ തുടങ്ങി. ആ സമയത്തും അവരുടെ അസ്വസ്ഥത മാറുന്നില്ല. പിന്നീട് അവർ വേറെ ഡോക്ടർ പോയി കണ്ടപ്പോൾ മലർന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇവരാകെ കൺഫ്യൂസ്ഡ് ആയി. ഇവരുടെ ചോദ്യം ഇതാണ്: നമ്മൾ ഉറങ്ങുന്ന പൊസിഷൻ ഹൃദയത്തെ എങ്ങനെ ബാധിക്കും? പലർക്കുള്ള ഒരു സംശയമാണ്. ഇതിന്റെ പിന്നിൽ വല്ല ശാസ്ത്രമുണ്ടോ? ഇത് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കാർഡ്ബോർഡ് പെട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. അതിനകത്ത് നമ്മളൊരു വെള്ളം നിറച്ച ബലൂൺ വെച്ചു. ഈ പെട്ടിയുടെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ഈ ബലൂണിന്റെ പൊസിഷനും മാറുന്നുണ്ട്. അതുപോലെയാണ് നെഞ്ചിനകത്ത് ഹൃദയത്തിന്റെ പൊസിഷൻ. കിടക്കുന്ന അവസ്ഥക്കനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ഇടതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഹൃദയത്തിന് എന്ത് സംഭവിക്കും? ഇടതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നത് ദഹനത്തിന് നല്ലതാണെന്നുള്ളതാണ് ശാസ്ത്രം. പക്ഷേ ഈ സമയത്ത് ചില ആളുകൾക്കെങ്കിലും ഹൃദയത്തിലെ ഇലക്ട്രിക്കൽ ഇമ്പൾസുകളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം. ഹാർട്ട് ഫെയിലിയർ ഉള്ള വ്യക്തികളിൽ ചിലർക്കെങ്കിലും ഇടതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നത് അത്ര നന്നാവില്ല, അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്, വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നാൽ എന്ത് സംഭവിക്കും? ഈ പൊസിഷൻ ഹൃദയത്തിന് കുറച്ച് കംഫർട്ട് ഉണ്ടാക്കുന്നതാണ്. ഹൃദയത്തിന്റെ സ്ട്രെസ് കുറക്കുന്ന പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ ഹാർട്ടിന്റെ അസുഖമുള്ള പല വ്യക്തികൾക്കും വലതുവശം ചെരിഞ്ഞു കിടക്കുന്നതായിരിക്കും ഉത്തമം. മൂന്നാമതായിട്ട്, മലർന്നു കിടന്നാൽ എന്ത് സംഭവിക്കും? കൂർക്കമ്പലിയുടെ പ്രശ്നമുള്ളവർക്കും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഉറക്കത്തിൽ ശ്വാസത്തിന് തടസ്സമുള്ളവർക്കും മലർന്നു കിടക്കുന്ന പൊസിഷൻ തീരെ നന്നാവില്ല. അങ്ങനെയുള്ളവർ ഈ പൊസിഷൻ മാറ്റിയേ മതിയോ. ഇനി നാലാമതായിട്ട്, കമിഴ്ന്ന് കിടക്കുക, അതായത് സ്റ്റൊമക് സ്ലീപ്പിംഗ്. ഇത് നെഞ്ചിന്റെ എക്സ്പാൻഷനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ രക്തധമനികളെ കംപ്രസ് ചെയ്യുന്നുണ്ട്, സർക്കുലേഷനെ ബാധിക്കുന്നുണ്ട്. ഈ പൊസിഷനിലുള്ള ഉറക്കം ലങ് കപ്പാസിറ്റി 15% കുറക്കുന്നുണ്ട്. കഴിവതും എല്ലാവരും ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഒരു പൊസിഷനാണ് കമിഴ്ന്നുള്ള ഉറക്കം. ചുരുക്കി പറഞ്ഞാൽ, ഹാർട്ട് ഫെയിലിയർ ഉള്ള വ്യക്തികൾ, ഹാർട്ടിന് പമ്പിങ് കുറഞ്ഞ ആളുകൾ കഴിയുന്നതും ഇടതുവശം ചെരിഞ്ഞ് കിടക്കുന്നത് ഒഴിവാക്കുക. അങ്ങനെയുള്ളവർ മലർന്ന് കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ തലയണ ഉപയോഗിച്ചിട്ട് ശരീരം ഒന്ന് പൊക്കി വെക്കാൻ ശ്രമിക്കുക. സ്ലീപ്പ് അപ്നിയുള്ള വ്യക്തികൾ, ഉറക്കത്തിൽ തടസ്സമുള്ള വ്യക്തികൾ വലതുവശം ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സിപാപ്പ് മെഷീൻ ഉപയോഗിക്കുക. നിങ്ങൾക്ക് അസിഡിറ്റിയുടെ പ്രശ്നം, ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് കിടക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ തലയുടെ ഭാഗം കുറച്ചൊന്ന് പൊക്കി വെക്കുന്നതും വളരെ ബെനിഫിറ്റ് ഉണ്ടാക്കും. ചുരുക്കി പറഞ്ഞാൽ, പല ആളുകളുടെയും പകൽ സമയത്തെ ഉന്മേഷവും ആരോഗ്യവും തീരുമാനിക്കുന്നത് രാത്രി അവർ ഏത് സൈഡ് ചെരിഞ്ഞ് കടന്നു എന്നുള്ളതിനെ വരെ ആശ്രയിച്ചാണ്.